പ്രിയമുള്ളവരെ, വചനജ്വാല 1313 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 5 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ 78 സങ്കീർത്തനം 39 മുതൽ 56 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു. അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് അവിടത്തോട് മത്സരിച്ചു. എത്രയോ പ്രാവശ്യം വിജനപ്രദേശത്ത് വെച്ച് അവിടത്തെ ദുഃഖിപ്പിച്ചു. അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല. അവരുടെ നദികളെ അവിടുന്ന് രക്തമാക്കി മാറ്റി. അരുവികളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു. അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു. അവിടുന്ന് തവളകളെ അയച്ചു. അവ അവർക്ക് നാശം വരുത്തി. അവരുടെ വിളവുകൾ കമ്പിളിപ്പുഴുവിനും അവരുടെ അധ്വാന ഫലം വെട്ടുകിളിക്കും വിട്ടുകൊടുത്തു. അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ കന്മഴ കൊണ്ടും സിക്കമൂർ മരങ്ങളെ ഹിമവർഷം കൊണ്ടും നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഇരയാക്കി. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തന്റെ ഉഗ്രകോപം, ക്രോധം, രോഷം, ദുരിതം എന്നിങ്ങനെ സംഹാരദൂതന്മാരുടെ ഒരു സംഘത്തെ അയച്ചു. അവിടുന്ന് തന്റെ കോപത്തെ അഴിച്ചുവിട്ടു. അവിടുന്ന് അവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല. അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ, ഹാമിന്റെ കൂടാരത്തിലെ പൗരുഷത്തിന്റെ പ്രഥമ ഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു. എന്നാൽ തന്റെ ജനത്തെ ചെമ്മരിയാടുകളെ പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. ആട്ടിൻപറ്റത്തെ എന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു. എന്നാൽ അവരുടെ വൈരികളെ കടൽ മൂടിക്കളഞ്ഞു. എന്നാൽ അവിടുന്ന് അവരെ തന്റെ വിശുദ്ധ ദേശത്തേക്കും തന്റെ വലത്തുകൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുൻപിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരത്തി. അവർക്ക് അവകാശം അളന്നുകൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു. എന്നിട്ടും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടത്തോട് മത്സരിക്കുകയും ചെയ്തു. അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിധിയുടെ മാലാഖ എന്നറിയപ്പെടുന്ന വിശുദ്ധ വിൻസെന്റ് ഫെററെ അനുസ്മരിക്കുന്ന പുണ്യദിനമാണ്. പുണ്യാഭ്യാസത്തിനും ദാനധർമ്മങ്ങൾക്കും പുകൾപ്പെട്ട മാതാപിതാക്കന്മാരിൽ നിന്നും സ്പെയിനിൽ വലേൻസിയ എന്ന പ്രദേശത്ത് വിൻസർ ഭൂതാതനായി. വിൻസെന്റിന്റെ ഒരു സഹോദരൻ ബോനീഫസ് കർത്തൂസിയൻ സഭയുടെ ജനറലായിരുന്നു. വിൻസെന്റ് ചെറുപ്പം മുതൽ തന്നെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തോട് ആർദ്രമായ ഒരു ഭക്തി ഉണ്ടായിരുന്നു വിൻസെന്റിന്.
12 വയസ്സ് മുതൽ വിൻസെന്റ് തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും പഠിച്ചു തുടങ്ങി. 18-ാം വയസ്സിൽ അവൻ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. 28-ാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടി. ഫാദർ വിൻസെന്റിന്റെ പ്രധാന വേല പ്രസംഗമായിരുന്നു. കുരിശുരൂപത്തിന്റെ മുൻപിലിരുന്ന് ഒരുങ്ങിക്കൊണ്ട് ഫാദർ വിൻസെന്റ് ചെയ്തിരുന്ന പ്രഭാഷണങ്ങൾ ശ്രോതാക്കളെ കരയിപ്പിച്ചു. പാപം, മരണം, വിധി, നരകം, നിത്യത എന്നിവയായിരുന്നു പ്രഭാഷണ വിഷയങ്ങൾ. തന്നിമിത്തം വിധിയുടെ മാലാക എന്ന അപരനാമം തന്നെ വിൻസെന്റിനുണ്ടായിരുന്നു. വാഗ്വിലാസം കൊണ്ട് മാത്രമല്ല, തത്വചിന്തകൾ കൊണ്ടുകൂടിയാണ് ശ്രോതാക്കളെ സ്വാധീനിച്ചിരുന്നത്. 20 വർഷം സ്പെയിൻ, മജോർക്ക, ഇറ്റലി, ഫ്രാൻസ് മുതലായ സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഭാഷാപരവും അത്ഭുതപരവും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു. ബാർസിലോണയിലെ മെത്രാനായ ജോൺ സോളറിനുണ്ടായിരുന്ന മുടന്ത് അത്ഭുതകരമായി മാറ്റിയത് ഫാദർ വിൻസെന്റ് ആണ്. ഗ്രനോഡയിൽ അദ്ദേഹം അനേകം മുസ്ലിങ്ങളെയും തെളോദോയിൽ കുറേയേറെ യഹൂദരെയും മാനസാന്തരപ്പെടുത്തി. ഒരിക്കൽ ഒരു പ്രശസ്ത വ്യക്തി തന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഫാദർ വിൻസെന്റ് നല്ലവണ്ണം ഒരുങ്ങി. എന്നാൽ പ്രാർത്ഥിക്കാൻ സമയം സിദ്ധിച്ചില്ല. അന്നത്തെ പ്രസംഗം ആ മഹാന് ഹൃദയസ്പർശിയായി തോന്നിയില്ല. വേറൊരു ദിവസം അതേ മനുഷ്യനെ വിൻസെന്റിന്റെ പ്രസംഗം ഹൃദയസ്പർശകമായി. കാരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ദിവസം വിൻസെന്റ് പ്രസംഗിച്ചു, രണ്ടാമത്തെ ദിവസം വിൻസെന്റിലൂടെ യേശു ക്രിസ്തുവാണ് സംസാരിച്ചത്. ആധ്യാത്മിക ജീവിതം, ആന്തരിക മനുഷ്യൻ, കർത്തൃജപം, പ്രലോഭനങ്ങളിലുള്ള ആശ്വാസം, വിശ്വാസത്തിനെതിരെ 7 കത്തുകൾ എന്നിവയാണ് വിൻസെന്റിന്റെ കൃതികൾ. ആധ്യാത്മിക ജീവിതം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ ജീവിതം മുഴുവൻ ദുർഗന്ധമല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ ആത്മാവും ശരീരവും വ്രണിതമാണ്. എൻ്റെ പാപങ്ങളും അനീതികളും നിമിത്തം എൻ്റെ ജീവിതം ചീഞ്ഞു നാറുന്നു. വിനയത്തിന്റെ ഗുരുവായ ക്രിസ്തു എളിമയുള്ളവർക്ക് സത്യം വെളിപ്പെടുത്തുന്നു. അഹങ്കാരികളിൽ നിന്ന് അവിടുന്ന് അകന്നു മാറുന്നു. 60 വയസ്സുവരെ ഫാദർ വിൻസെന്റ് ദൈവസ്നേഹം പ്രസംഗിച്ചു ചുറ്റി സഞ്ചരിച്ചു. അവസാനം ക്ഷീണിതനായി വലൻസിയയിലേക്ക് തന്നെ തിരിച്ചു വന്നു. 10 ദിവസം അദ്ദേഹം അസുഖമായി കിടന്നു. 10-ാം ദിവസം കർത്താവിന്റെ പീഡാനുഭവം തന്നെ വായിച്ചു കേൾപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 1419 ഏപ്രിൽ 5-ാം തീയതി പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം സ്വർഗീയ വിരുന്നനായി ഫാദർ വിൻസെന്റ് യാത്രയായി. എന്തു ചെയ്യുകയാണെങ്കിലും സ്വന്തം കാര്യം ചിന്തിക്കാതെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുക, ഇതായിരുന്നു വിൻസെന്റ് ഫെററുടെ മുദ്രാവാക്യം. പ്രിയമുള്ളവരെ, വിധിയുടെ മാലാകയായ വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു.